കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 76ാമത്തെ ശ്ലോകം 76ാമത്തെ ശ്ലോകമാണ് നിർത്തിയത്. അപ്പോൾ അതിൽ പറഞ്ഞ എന്താ വെച്ചാൽ പിന്നെ ഈ ദുസ്സംഗം നിമിത്തം കൈകേയിക്ക് പിന്നെ മനസ്സ് മാറി. അതാണ് എത്ര ഇഫക്റ്റീവാണ് അല്ലേ ദുസ്സംഗം. സത്സംഗം പോലെ തന്നെ നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കും ദുസ്സംഗവും. അപ്പോൾ ദുസ്സംഗത്തിൽ കൂടി നമ്മുടെ മനസ്സ് ദുഷിക്കും. സത്സംഗത്തിൽ ഇരുന്നാൽ നമ്മുടെ മനസ്സ് നന്നാവും. അതെത്ര ശരിയപ്പോൾ ശരിക്കും കൈകൈ അപ്പം അവിടുന്ന് പോവുക വേണ്ടിയിരുന്നതേ അല്ലേ. എനിക്ക് നീ പറയണമെന്നും കേൾക്കണ്ട എന്നതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഓഫ് കോഴ്സ് കഥ പിന്നെ അങ്ങനെ വേണമല്ലോ, വിധി. പക്ഷേ ഇതിലെന്താ അറിയോ, ഇതിൽ പിന്നെ എന്താണ് കുറച്ച് ഭാഗം ഒന്ന് വായിക്കാം. ഈ എന്താണ് 8th കേട്ടോ. പിന്നെ എന്താണ് അതോ പിന്നെ ദശരഥൻ വരം 2 വരം നീ മേടിച്ചോളൂ എന്ന് സന്തോഷമായിട്ട് പറയൂലോ. അപ്പോൾ പറയണത് തൊട്ട് ഞാൻ കുറച്ച് ഭാഗം വായിക്കാം. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ ത്രിപതീശ്വര. ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാലൂനം വരാതെ തരികെന്നതേ വേണ്ടു. വേറെപ്പോഴെങ്കിലും ചോദിച്ചോളാം എന്ന് പറയണതാ. എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയമിന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടോരു കാർകൂന്തലഴിച്ചിട്ടു. പൂമേനിയും പൊടി കൊണ്ടണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും. കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ടർത്ഥിച്ചു കൊള്ളുക. വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ധര ചൊന്ന പോലെ അതീനേതുമോരന്തരം കൂടാതെ ചെന്നു കൈകേയും. പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയം മേവിനാൾ. കൈകേയി മന്ധരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിന്നു പോവോളവും. ഞാനിവിടെ കിടന്നിടുവനല്ലായെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താനഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങളതിനില്ല സംശയം. ഏതുമിതിനൊരിളക്കം വരായെങ്കിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം. എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര പിന്നെ യൗവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും. ധീരനായേറ്റം ദയാന്വിതനായി ഗുണാപാരസംയുക്തനായി നീതിജ്ഞനായി നിജ ദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവൻ എന്നങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ. ആ ദുസ്സംഗത്തിൻ്റെ ഇത് പറയാണ്. സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റം അകലവേ. വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ കഞ്ചളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്ന് പറയാണ്. കജ്ജളം എന്നാണ് കേട്ടോ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. കജ്ജളം വെച്ചാൽ എന്താ അറിയോ, ഈ മഷി വിളക്കിൻ്റെ കരി
വിളക്കമ്പിലൊക്കെ ഇങ്ങനെ മഷി പിടിക്കില്ലേ, അതിനാണ് കജ്ജളം എന്ന് പറയുക. അപ്പോൾ ഇതിലും ഓൾമോസ്റ്റ് ഒന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് കൈകേയിക്ക് ബോധ്യായി ഈ ദുസ്സംഗം കൊണ്ട് ആ നല്ല മനസ്സ് ദുഷിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. 77 താമാഹ കൈകേയീ ദുഷ്ടാ കുതസ്തേ ബുദ്ധിരീദൃശി ഏവം ത്വാം ബുദ്ധിസമ്പന്നാം ന ജാനേ വക്രസുന്ദരി. ദുഷ്ട കൈകേയി അപ്പോഴേക്കും ദുഷിച്ച കൈകേയിയായി. ശരിക്കും നല്ല കൈകേയിയായിരുന്നു, ശ്രേഷ്ഠ ആയിരുന്നു. ഇപ്പം ദുഷ്ടയായി അല്ലേ? ശ്രേഷ്ഠ ദുസ്സംഗം നിമിത്തം ദുഷ്ടയായി. താം ആഹ അവളോട് പറഞ്ഞു, കൈകേയിയെ ദുഷിച്ച മനസ്സോടു കൂടിയ കൈകേയി ആയിത്തീർന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? തേ ഈദൃശി ബുദ്ധി, നിനക്ക് ഈ ബുദ്ധി കുതഹ, നിനക്ക് എവിടുന്ന് ഇങ്ങനത്തെ നല്ല സൂത്രബുദ്ധി ഉണ്ടായത്? മന്ദരോട് ചോദിക്കുക. വക്രസുന്ദരി, നീയ് കൂഞ്ഞലൊക്കെ ഉള്ള 3 കൂഞ്ഞലൊക്കെ ഉള്ളവളാണെങ്കിൽ നീയൊരു സുന്ദരി തന്നെയാണ് കേട്ടോ. ത്വാം ഏവം ബുദ്ധിസമ്പന്ന എന്ന ജാനി, നിനക്ക് ഇത്ര ബുദ്ധി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന്. എന്താ വെച്ചിട്ടോ, സന്തോഷമായി, ഭരതനെ ആക്കാലോ. ദുഷിച്ചുല്ലോ മനസ്സ്. അപ്പം പിന്നെ മന്ദരോട് പ്രീതിയായി. ആദ്യം മന്ദരോട് ദേഷ്യപ്പെട്ടതാട്ടോ. ആലോചിച്ച് നോക്കൂ, ആ ഒരു മനസ്സാണ് എല്ലാം എന്ന് പറയണതേ. നമുക്കിവിടെ എത്ര ശരിയാണല്ലേ, നമ്മുടെ മനസ്സ് അതേ മനസ്സായിരുന്നു അല്ലേ ആദ്യം പറഞ്ഞത്. ശ്രീരാമൻ എന്നെ അമ്മയെക്കാളും ഇഷ്ടമാണ്, എനിക്ക് അങ്ങടും അങ്ങനെ തന്നെയാണ്, സ്വന്തം അമ്മയെക്കാളും എൻ്റെ പാകം നോക്കും, ഇതൊക്കെ പറഞ്ഞ ആ മനസ്സ് ഇപ്പം നോക്കൂ, കുറച്ച് നേരത്തെ ദുസ്സംഗം കൊണ്ട് ദുഷിച്ചു എന്ന് പറഞ്ഞാലോ. ഇപ്പം എന്താ പറയണേ? ആദ്യം മൂഢേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞതാണ് മന്ദരെ. ഇപ്പം എന്താ പറയണേ? നീ ബുദ്ധിമതിയാണ്, കൂനുള്ളോളാണെങ്കിലും സുന്ദരിയാണെന്ന്. അത്ര മാറി മനസ്സ്. അപ്പം മനസ്സിന് നമ്മൾ അത്ര ശ്രദ്ധിക്കണമെന്ന് നമ്മളോട് പറയണ ഒരു, ശരിക്കും നമ്മൾ അങ്ങേയറ്റം നമ്മുടെ മനസ്സിനെ മാറാതെ അല്ലെങ്കിൽ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ജാഗ്രതയോടുകൂടി എപ്പോഴും ഇരിക്കണം എന്ന് ഈ കൈകേയിയുടെ കഥ നമുക്ക് വളരെയധികം പറഞ്ഞു തരുന്നുണ്ട്. താമാഹ കൈകേയീ ദുഷ്ടാ കുതസ്തേ ബുദ്ധിരീദൃശി ഏവം ത്വാം ബുദ്ധിസമ്പന്നാം ന ജാനേ വക്രസുന്ദരി. അത്രയ്ക്ക് അവൾക്ക് ഭംഗിയും കൂടി തോന്നാൻ തുടങ്ങി. 78 ഭരതോ യതി രാജാ മേ ഭവിഷ്യതി സുതപ്രിയ ഗ്രാമാൻ ശതം പ്രദാസ്യാമി മമത്വം പ്രാണവല്ലഭ. മേ പ്രിയ സുത ഭരത, എൻ്റെ പ്രിയപുത്രനായിട്ട് ഭരതൻ രാജാ ഭവിഷ്യതി യതി, രാജാവാവും ചാൽ, ശതം ഗ്രാമാൻ പ്രദാസ്യാമി, ഞാൻ ഗ്രാമാൻ എങ്ങനെ 100 ഗ്രാമം ഞാൻ നിനക്ക് തരാമെന്ന്. ത്വം മമ പ്രാണവല്ലഭ, നീ എനിക്ക് പ്രാണപ്രിയയാകുന്നു. അപ്പോഴേക്കും അത്രയ്ക്ക് മന്ദരെ ഉള്ള ഒരു ബഹുമാനവും അപ്രീസിയേഷനും അത്ര മന്ദരയുടെ ആ ഒരു മന്ദരയുടെ ഇങ്ങനെ തൻ്റെ മകനോടും തന്നോടുള്ള സ്നേഹം ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞ്, നീയെ ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന് വാശി പിടിക്കാം. എന്നിട്ട് ഭരതൻ രാജാവായി ചെന്നണക്ക് ഞാൻ 100 ഗ്രാമം പതിച്ചു തരാം നിൻ്റെ പേരിൽ. നീ എനിക്ക് പ്രാണപ്രിയയാണെന്ന് പറഞ്ഞു. പ്രാണവല്ലഭ, എനിക്ക് നീ എൻ്റെ പ്രാണനെ പോലെ നിന്നോട് ഇഷ്ടമാണ്. എന്താ കാരണം വെച്ചാൽ എൻ്റെ മകൻ രാജാവായിച്ചോട്ടെ, തീർച്ചയായിട്ടും ഞാൻ നിനക്ക് 100 ഗ്രാമം തരാം. ഭരതോ യതി രാജാമേ ഭവിഷ്യതി സുതപ്രിയ ഗ്രാമാൻ ശതം പ്രദാസ്യാമി മമത്വം പ്രാണവല്ലഭ. നീ 79, 80, 81 ഒരു വരി. ഇത്യുക്ത്വാ കോപഭവനം പ്രവിശ്യ സഹസാരുഷ വിമുച്യ സർവാഭരണം പരികീര്യ സമന്തത ഭൂമൗ ശയാനാ മലിനാംബരധാരിണീ പ്രോവാച ശൃണുമേ കുബ്ജേ യാവദ്രാമോ വനം വ്രജേത് പ്രാണാംസ്ത്യക്ഷ്യേഥവാ വക്രേ ശയിഷ്യേ താവദേവഹി ഇതി ഉക്ത്വാ. ഇങ്ങനെ 100 ഗ്രാമം തരാമെന്നൊക്കെ പറഞ്ഞ് നീ വളരെ പ്രിയപ്പെട്ടവളാണെന്ന് പറഞ്ഞതിന് ശേഷം ഇപ്രകാരം പറഞ്ഞിട്ട് കോപഭവനം പ്രവിശ്യ, ക്രോധാലയത്തിലേക്ക് പോയി. അത് ആലോചിച്ച് നമുക്ക് തമാശയാണല്ലേ. എല്ലാ രാജധാനിയിലും ദേഷ്യം വന്നാൽ പോയി കിടക്കാനുള്ള ഒരു മുറി ഉണ്ട്. അപ്പം അങ്ങനെ ആ മുറിയിലേക്ക് പോയി, ക്രോധാലയത്തിലേക്ക് പോയി. അങ്ങനെ അർത്ഥമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിന്. ശരിക്കും
ദേഷ്യം വന്ന് എവിടെ വെച്ചാൽ കിടക്കാം. എനിവേ അതൊരു തമാശ. സഹസാരുഷ, പെട്ടെന്ന് കോപത്തോടു കൂടി, പെട്ടെന്ന് കോപം നടിക്കുകയാണല്ലോ. സർവാഭരണം വിമുച്യ, ആഭരണം മുഴുവൻ അഴിച്ച്, സമന്തത പരികീര്യ, 4 ഭാഗത്തും വെതറിയിട്ട്, അങ്ങനെയാണല്ലോ പറഞ്ഞത് മന്ധര. മലിനാംബരധാരിണി ഭൂമൗ ശയാന, ചളിയൊക്കെ ആയിട്ടുള്ള വസ്ത്രം എടുത്ത് അതിലൊക്കെ ചളിയാക്കി നിലത്തങ്ങട് കിടന്നു. പ്രോവാച, എന്നിട്ട് പറഞ്ഞു, മേ കുബ്ജേ ശൃണു, എൻ്റെ കൂനുള്ള മന്ധരയെ കേട്ടാലും, രാമഹ യാവത് വനം വ്രജേത്, രാമൻ വനത്തിലേക്ക് എപ്പോഴാ പോവുക, അല്ലെങ്കിൽ രാമൻ വനത്തിലേക്ക് പോണ വരെ, താവദേവഹി, ഞാൻ അതുവരെ ഇതുപോലെ ശൈഷ്യെ കിടക്കും. ഇപ്പം ഞാനാണ് കിടക്കാൻ തുടങ്ങിയാൽ ഇനി രാമൻ വനത്തിലേക്ക് പോണ വരെ ഞാൻ ഈ കിടപ്പ് നീക്കില്ല. അഥവാ അല്ലെങ്കിൽ വക്രേഹേ മന്ധരെ പ്രാണാൻ ത്യക്ഷ, ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ദശരഥൻ സമ്മതിച്ചില്ല, വരം ഞാൻ ചോദിച്ച വരം തന്നില്ല, പ്രതിജ്ഞ നിറവേറ്റിയില്ല, രാമൻ കാട്ടിലേക്ക് പോയില്ല വെച്ചാൽ ഞാൻ എൻ്റെ പ്രാണനെ ഉപേക്ഷിക്കുന്നു. എന്താ പറഞ്ഞേ? കോപിച്ചിരിക്കാനുള്ള ആ മുറിയിലെ ക്രോധാലയത്തിൽ പ്രവേശിച്ചിട്ട് കോപത്തോടുകൂടി സർവ്വ ആഭരണങ്ങളും അഴിച്ച് 4 ഭാഗത്തും വെതറി, ശരീരത്തിലൊക്കെ ചളിയൊക്കെ എടുത്ത് തേച്ച്, മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് നിലത്തന്നെ കിടന്ന് ഈ മന്ധരെ വിളിച്ചു പറഞ്ഞു, മന്ധരെ കേക്ക്, രാമൻ കാട്ടിലേക്ക് പോകുന്നവരെ ഞാൻ ഈ കിടപ്പ് കിടക്കും. അല്ലെങ്കിൽ രാമൻ കാട്ടിലേക്ക് പോയില്ല എന്തെങ്കിലും കാരണം കൊണ്ടാ ഞാൻ എൻ്റെ പ്രാണനെ ഉപേക്ഷിക്കും. പോരെ? ഇനി കഴിയാറായി ഈ സർഗം കേട്ടോ. ഇത്യുക്ത്വാ കോപഭവനം പ്രവിശ്യ സഹസാരുഷ, വിമുച്യ സർവാഭരണം പരികീര്യ സമന്തത, ഭൂമൗ ശയാന മലിനാംബരധാരിണി, പ്രോവാച ശൃണുമേ കുബ്ജേ യാവദ്രാമോ വനം വ്രജേത്, പ്രാണാംസ്ത്യക്ഷേഥവാ വക്രേ ശയിഷ്യേ താവദേവഹി. ഇങ്ങനെ കിടപ്പ് കിടക്കുന്ന 82. നിശ്ചയം കുരു കല്യാണി, കല്യാണം തേ ഭവിഷ്യതി, ഇത്യുക്ത്വാ പ്രേയൗ കുബ്ജ ഗൃഹം സാപി തഥാ കരോത്. എന്നിട്ടോ കല്യാണി നിശ്ചയം കുരു ഹേ, വിളിക്കുക കല്യാണി മംഗളം ആയിട്ടുള്ളവളെ, അല്ലെങ്കിൽ ശോഭനയെന്നോ വെച്ചാൽ നിശ്ചയിച്ചാലും, തേ കല്യാണം ഭവിഷി, നിനക്ക് മംഗളം ഭവിക്കും. ഇതി ഉക്ത്വ കുബ്ജ ഗൃഹം പ്രേയൗ, നിനക്ക് നല്ലത് വരട്ടെ, നിൻ്റെ ഈ വാശി ജയിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് മന്ധരയുടെ റൂമിലേക്കോ അല്ലെങ്കിൽ ആ മന്ധരയുടെ ക്വാർട്ടേഴ്സിലേക്ക്, സെർവൻസ് ക്വാർട്ടേഴ്സിലേക്ക് എവിടേക്കാച്ചാൽ അവിടേക്ക് പോയി. ഗൃഹം പ്രയയൗ, സെർവൻസ് ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്ന് പറയാം. സ അഭി തഥ അകരോത്, അവളും അപ്രകാരം ചെയ്തു. മീൻസ് എന്താ അറിയോ, നിൻ്റെ ഈ നിശ്ചയത്തെ നീ ഇപ്പോൾ തീർച്ചയാക്കിയല്ലോ, ഇനിയിപ്പോൾ രാമൻ പോണ വരെ ഈ കിടപ്പ് കിടക്കുന്ന ആ നിശ്ചയത്തിനെ ഒരിക്കലും നീ ഉപേക്ഷിക്കരുത്. നിൻ്റെ ഇഷ്ടമൊക്കെ സാധിക്കും, ഭാരതൻ രാജാവായി വാഴും എന്ന് പറഞ്ഞ് ഈ മന്ധര അവരുടെ ഗൃഹത്തിലേക്ക് പോയി. കൈകേയി അതുപോലെ അവിടെ കിടക്കും ചെയ്തു, കരഞ്ഞൊക്കെ കാണിച്ചിട്ട്. നിശ്ചയം കുരു കല്യാണി, കല്യാണം തേ ഭവിഷ്യതി, ഇത്യുക്ത്വാ പ്രയൗ കുബ്ജ ഗൃഹം സാപി തഥാ കരോത്. നല്ല അനുഗ്രഹിച്ചിട്ട് മന്ധര പോയി. എന്നിട്ട് ഇനി നമുക്ക് 83 84, 83 4 വരെയുള്ളൊരു വലിയ ശ്ലോകം കേട്ടോ. കഴിഞ്ഞ 84 കൂടി കഴിഞ്ഞാൽ ഈ 2ാം സർഗം കഴിഞ്ഞു അയോധ്യാകാണ്ഡത്തിലത്തെ കേട്ടോ. ധീരോത്യന്തദയാന്വിതോപി സുഗുണാചാരാന്വിതോ വാധവാ, നീതിജ്ഞോ വിധിവാദദേശികപരോ വിദ്യാവിവേകോധവാ, ദുഷ്ടാനാമതി പാപഭാവിതധിയം സംഗം സദാ ചേത് ഭജേത്, തദ്ബുദ്ധ്യാ പരിഭാവിതോ വ്രജതി തൽസാമ്യം ക്രമേണ സ്ഫുടം. അതസംഗപരിത്യാജ്യോ
അത സംഘ പരിത്യാജ്യോ ദുഷ്ടാനം സർവദൈവ ഹി ദുസ്സംഗീച്യവതേ സ്വാർത്ഥാദ്യഥേയം രാജകന്യക. ഇവിടെ അപ്പോൾ വ്യാസഭഗവാൻ സത്സംഗത്തിൻ്റെയും ദുസ്സംഗത്തിൻ്റെയൊക്കെ ആ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ ആ സ്വാധീനം പറയുകയാണ് കേട്ടോ. എന്താ അറിയോ? ധീര ബുദ്ധിമാൻ, അത്യന്ത ദയാന്വിത, ഏറ്റവും ദയോടുകൂടിയവൻ, നല്ല ബുദ്ധിയുള്ള ആള്, നല്ല ദയാശീലൻ, സുഗുണാചാരാന്വിത, നല്ല ഗുണങ്ങളും സദാചാര ബോധവും ഉള്ളവൻ, നീതിജ്ഞ, നീതിയും ന്യായവും അറിയുന്നവൻ, വിധിവാദദേശിക പരാഹ, വിധിയെ ഉപദേശിക്കുന്ന ആചാര്യന്മാരും നല്ല ഭക്തിയുള്ളവൻ, വിദ്യാവിവേക, വിദ്യ കാരണം വിവേകിയായിത്തീർന്നവൻ, അതിപാപഭാവിതധിയാം ദുഷ്ടാനാം, അത്യന്തം പാപികളും ദുഷ്ബുദ്ധിയോടും കൂടിയ ദുഷ്ടന്മാരുടെ സംഘം സദാ ഭജേത് ചെയ്ത് സംസർഗത്തെ, അതായത് ദുഷ്ടന്മാരുടെ സംസർഗം കുറച്ചധികം നേരം ഉണ്ടായാൽ എന്ന്, അതാണ് സംഘം സദാ ഭജേത് ചേർന്ന്, കുറച്ചധികം സമയം അല്ലെങ്കിൽ കുറേ നേരം ദുസ്സംഗം ഉണ്ടായാൽ, തദ് ബുദ്ധിയ പരിഭാവിതം, അവരുടെ ബുദ്ധിയാൽ നമ്മളെ സ്വാധീനിക്കപ്പെട്ടവരായിട്ട് ക്രമത്തിൽ തൽസാമ്യം വ്രജതി സ്ഫുടം, അവരുടെ പോലത്തെ ചിത്തമാവും നമ്മുടെയും സ്പഷ്ടം. അതഹ, അതുകൊണ്ട് ദുഷ്ടാനാം സംഘ, ദുഷ്ടന്മാരുടെ ചേർച്ച, സർവദാ ഏവ പരിത്യാജ്യ, എപ്പോഴും നമ്മളെ പരിത്യജിക്കണം. ദുഷ്ട സംഘം യോഗ്യം നിശ്ചയം, ദുസ്സംഗമുള്ളവൻ പരിത്യജിക്കപ്പെടുവാൻ യോഗ്യനാണെന്ന്. അതാണ് ഏവ പരിത്യാജ്യ ഹി, സർവദാ ഏവ ദുഷ്ടാനാം സംഘം സർവദാ ഏവ പരിത്യാജ്യ ഹി എന്ന്, എപ്പോഴും പരിത്യജിക്കണം ദുഷ്ട സംസർഗം. യോഗ്യം നിശ്ചയം, അതായത് പരിത്യജിച്ചാൽ വിരോധമില്ല എന്ന്. ദുഷ്ടന്മാർ പരിത്യജിക്കപ്പെടാൻ അർഹരാണ്, ഓർ ദുഷ്ടന്മാരെ പരിത്യജിക്കന്നെ വേണമെന്ന്, അതിലൊരു തെറ്റുമില്ല. ദുസ്സംഗമുള്ളവൻ ഇയം രാജകന്യക യഥ, ഈ രാജസ്ത്രീ എന്ന പോലെ സ്വാർത്ഥാൽ ച്യവതേ, സ്വന്തം നിലയിൽ നിന്ന് തെറ്റും. എത്ര നമുക്ക് അത് പറഞ്ഞിട്ടാണ് ഈ സർഗം അവസാനിപ്പിക്കണ ആര്? വ്യാസഭഗവാൻ. അതായത് കൈകേയിയുടെ ആ മനസ്സ് മാറിയല്ലോ, വളരെ നന്നായിട്ടുള്ളൊരു മനസ്സ് പെട്ടെന്ന് കുറേ നേരത്തെ ഇവളുടെ പ്രസംഗം കേട്ടപ്പോൾ മുഴുവനും മാറിയില്ലേ. അതിന്ന് എല്ലാവർക്കും പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ, അതായത് കൈകേയി ഈ മന്ധരയുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഈ വിചാരശൂന്യത ബാധിച്ചത് കൈകേയി. അപ്പോൾ അതൊരു നമ്മളൊരു അതിനെ ഒരു ശരിക്കന്നെ ഒരു ആ കഥയെ നമ്മളൊരു മാതൃകയാക്കിയിട്ട് അങ്ങനെ ചെയ്യരുതെന്ന്. ആ കഥ ഒരു എങ്ങനത്തെ നെഗറ്റീവ് മാതൃകയാണ്. അങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ ആ കഥയിൽ നിന്ന് പഠിക്കണം എന്ന്. നെഗറ്റീവ് മാതൃകയാണ്. എന്താ പറയണേ? വേദവ്യാസ ഭഗവാൻ നല്ല ബുദ്ധിയും നല്ല കാരുണ്യവും, അതാ പറഞ്ഞ ദയാശീലൻ എന്നൊക്കെ പറഞ്ഞില്ലേ, നല്ല ബുദ്ധിയും നല്ല കാരുണ്യവും നല്ല സൽസ്വഭാവവും സദാചാര ബോധവും പിന്നെ ന്യായവും അന്യായവും ഒക്കെ അറിയാനുള്ള കഴിവും വിധിനിഷേധങ്ങളൊക്കെ ഉപദേശിക്കുന്ന ആചാര്യനിൽ നല്ല ഭക്തിയും പിന്നെ നല്ല വിദ്യ കാരണം നല്ല വിവേകിയായി തീർന്നവനും ആയ ഒരാള് ഈ ഇങ്ങനത്തെ അങ്ങനെ ആയിട്ടുള്ള ഒരാൾക്ക് പോലും ഈ ദുസ്സംഗത്തിൻ്റെ സ്വാധീനം ഉണ്ടാവാമെന്ന് പറയണേ. ഇങ്ങനെയുള്ള ആൾക്കാര് ഈ പാപകർമ്മത്തിൽ മാത്രം മനസ്സ് ഇരുത്തുന്ന ഈ ദുഷ്ടന്മാരോട് കുറേ നേരം അവരുടെ കൂടെ കഴിഞ്ഞാൽ ഇത്ര ബുദ്ധിമാനും നല്ല കാരുണ്യമുള്ളവനും ഈ പറഞ്ഞ സദ്ഗുണ സമ്പന്നനും പിന്നെ എന്താ പറയുക സദാചാരനിഷ്ഠനും ഒന്നും ആയിട്ട് കാര്യമില്ല. ആചാര്യനിലെ ഭക്തിയും
ന്യായം അറിയണ ആളും നല്ല വിവേകിയൊക്കെ ആയിട്ടുള്ള ആൾ പോലും ദുസ്സംഗത്തിന് വിധേയമായാൽ, കുറേ നേരത്തേക്ക് ദുസ്സംഗത്തിന് ആയാൽ ആ പാപികളുടെ ബുദ്ധി തന്നെ ഈ ഇത്ര ഗുണങ്ങളുള്ള ആൾക്ക് തന്നെ ഉണ്ടാവും. കുറേ നേരം സ്പെൻഡ് ചെയ്താൽ അവരെപ്പോലെ ഇവനും പാപിയായി തീരും. അതുകൊണ്ട് ദുർജന സംസർഗം എപ്പോഴും പരിത്യാജ്യാണ്. അതായത് പരിത്യജിച്ചേ തീരൂ. ദുഷ്ടസംസർഗം നിമിത്തം ഏതൊരാൾക്കും കൈകേയിക്ക് പറ്റിയ പോലെ സ്വന്തം നില മറന്ന് അധപ്പതനം ഉണ്ടാവാം എന്ന് പറയാണ്. അപ്പോൾ നമ്മൾക്ക് തരുന്ന വേദവ്യാസൻ ആ ഉപദേശം തന്നിട്ടാണ് ഈ സർഗം നിർത്തണതേ. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ദുർജനാണെന്ന് തോന്നണവരോട് നമ്മൾ ദേഷ്യം നടിക്കണ്ട, ലഹളയ്ക്ക് പോകണ്ട, തിരിച്ചവർ പറയണതിനെതിരെ പറയണ്ട, ഒന്നും വേണ്ട, മാറി നിൽക്കേ വേണ്ടൂ. അത് എത്ര ഒരു പ്രാക്ടിക്കലറിയോ. നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. നമുക്ക് വല്ലവരുടെയും അടുത്ത് പെരുമാറുമ്പോൾ എനിക്ക് എന്തോ എനിക്കൊരു ഒരു ഒരു സുഖക്കുറവ് ഈ ആളുടെ അടുത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ശാന്തി ഇല്ലായ്മ എന്ന് നമുക്ക് തന്നെ തോന്നും പലപ്പോഴും. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന് ഇങ്ങനെ എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട് അവരുടെ വർത്തമാനത്തു നിന്നോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തു നിന്നോ ഒക്കെ നമുക്ക് എന്തോ ഒരു സമാധാനക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയാക്കാം എന്താണ്, നമുക്ക് ആ സംഘം നന്നല്ലാന്ന്. ഇപ്പം നമ്മുടെ സംഘം വേറെ ആൾക്കും അങ്ങനെ തോന്നുമെന്ന് നിശ്ചയിക്കാട്ടോ. ആരും ഞാനെപ്പോഴും അത് വിചാരിക്കാറുണ്ട്, എൻ്റെ സംഘം നന്നല്ല തോന്നിയിട്ട് ആൾക്കാർ മാറിയെന്നും വരാം, അങ്ങനെ ഉണ്ടാവാമല്ലോ. അപ്പോൾ നമ്മളെങ്ങനെയാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട് ആരെങ്കിലും സാമീപ്യവും സംസർഗിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മാറി നിൽക്കാൻ ഒരു വിരോധമില്ല. പക്ഷെ അവരോടിപ്പോൾ നമ്മൾ അപ്രിയം കാണിക്കുക ഒന്നും വേണ്ട, ശത്രുവാക്കിയ ഒന്നും വേണ്ട, അവർ ചീത്തയെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുകയും വേണ്ട. കാരണം നമ്മൾ അൺകംഫർട്ടബിളാണ്, ഓക്കെ മാറി നിൽക്കുകയെന്ന്. അങ്ങനെ നൊച്ചൂർജി ഒരു ഇതിലങ്ങനെ പറയുന്നുണ്ട്. കാരണം എല്ലാവരുടെ ഉള്ളിലും ഭഗവത് ശക്തിയാണല്ലോ. ഇപ്പോൾ നൊച്ചൂർജി ഒരു ഇതിൽ പറഞ്ഞു, ഞാനത് ഷെയർ ചെയ്യാം. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറഞ്ഞു, നമുക്കങ്ങോട്ട് ഹേർട്ടായി, വളരെയധികം നമുക്കത് ഉള്ളിൽ കൊണ്ട് ദുഃഖമായി എന്ന് വെച്ചോളൂ. അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് അയാളോട് ദേഷ്യം തോന്നുന്നത് എന്തായാലും നന്നല്ലല്ലോ. ദേഷ്യം തോന്നിയാൽ നമ്മുടെ മനസ്സിന് തന്നെയാണ് സുഖല്യായ. ആരോട് ദേഷ്യം തോന്നിയാലും അവനവനോടും ദേഷ്യം തോന്നാൻ പാടില്ല, അല്ലേ? ആരോട് ദേഷ്യം തോന്നിയാലും നമുക്ക് മനസ്സിന് സുഖല്യാണ്ടാവും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ ദേഷ്യം നമ്മൾ മനുഷ്യനല്ലേ, അറിയാതെ ഒരു നൈമിഷികമായിട്ട് തോന്നിയാൽ ഉടനെ അതിനെ മാറ്റാൻ അദ്ദേഹം പറയണത് എന്താ വെച്ചാൽ, അവരുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും ഒരേ ഭഗവത് ചൈതന്യമാണല്ലോ. അപ്പോൾ വേഗം മനസ്സുകൊണ്ട് നമ്മളെ ആരാ ഹേർട്ട് ചെയ്ത് ആ ആളുടെ ഉള്ളിലുള്ള ഭഗവത് ചൈതന്യത്തിനെ നമസ്കരിക്കൂ. അപ്പം നമുക്ക് അവരോടുള്ള ദേഷ്യം ഇല്ലാണ്ടേ ഒന്നും. അത് എൻ്റെ അനുഭവത്തിൽ ഞാനൊരു പല പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ കേട്ടതിന് ശേഷം. അത് എത്ര ശരിയറിയോ, നമുക്ക് ആ നൈമിഷികമായിട്ട് തോന്നിയിട്ടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ ഒരു നീരസോ നമ്മൾ അവരുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഒരേ ഭഗവത് ചൈതന്യമാണെന്ന് പറഞ്ഞ ആ ഭഗവത് ചൈതന്യത്തെ ഞാൻ നമസ്കരിക്കണം ആത്മാർത്ഥമായിട്ട്. എനിക്ക് എൻ്റെ ഈ മനസ്സിൽ ഈ ദേഷ്യം തീർത്തു തരണേന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലത്തെ ആ ഭഗവാനെ ഇങ്ങോട്ട് നമ്മൾ നമസ്കരിച്ചാൽ അത്ഭുതമെന്നേ പറയണ്ടു. നമുക്ക് ആ ദേഷ്യം ഇങ്ങോട്ട് കുറയും, നമുക്ക് മനസ്സിന് നല്ല ശാന്തി. അതാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞതേ. നമ്മൾ ദുസ്സംഗം കൊണ്ട് നമ്മൾ മാറി നിൽക്കുക, അവരെ നമ്മൾ ശകാരിക്കുകയെ അവർ ചീത്തയാണെന്ന് വിചാരിക്കുകയെ അവരെന്തുകൊണ്ടെങ്കിലും നമ്മളെക്കാളും മോശമാണെന്ന് വിചാരിക്കുകയെ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം അപ്പം നമുക്ക് തന്നെയല്ലേ അഹങ്കാരം, വിനയമില്ലായ്മ. നമ്മളെക്കാളും മോശമാണെന്ന് വിചാരിക്കണേ എന്താ അർത്ഥം? എന്തെങ്കിലും ഒരു കാരണത്തിന് എന്തെങ്കിലും അവർ പറഞ്ഞാൽ പോലും ആരുടെ മനസ്സാണ് അപ്പോൾ ഇതിൽ ഒന്നും നമുക്കറിയില്ല. അവർ മോശമാണോ നമ്മൾ മോശമാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അതൊന്നും നമ്മൾ ആലോചിക്കാതെ നമ്മൾ അൺകംഫർട്ടബിൾ ആണെങ്കിൽ മാറി നിന്നിട്ട് നമുക്ക് മനസ്സിൽ നീരസം തോന്നുന്നുണ്ടെങ്കിൽ അവരിലുള്ള ഭഗവാനെ നമസ്കരിക്കുക. അപ്പം ഇതിൽ പ്രത്യേകം പറയേണ്ട, പക്ഷേ എന്തായാലും
നമ്മൾ അൺകംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ ആ സംഘം നമുക്ക് നന്നല്ല എന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ തോന്നിക്കുന്നതാണ്, ഉടനെ അവരായിന്ന് മാറി നിൽക്കണം എന്ന് വ്യാസഭഗവാനും നമ്മളോട് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പം നമുക്ക് ഈ 83, 84 വായിച്ച് ഈ സർഗം അവസാനിപ്പിക്കാം. ധീരോത്യന്തദയാന്വിതോപി, അതാണ് ഗുണങ്ങൾ പറയണ. അങ്ങനത്തെ ഒരാളായാൽ പോലും സഗുണാചാരാന്വിതോ വാധവാ നീതിജ്ഞോ വിധിവാദദേശികപരോ വിദ്യാ വിവേകോധവാ, വിവേകേലും ദുഷ്ടാനാം അതിപാപഭാവിതധിയാം സംഘം സദാ ചേത് ഭജേത് തദ്ബുദ്ധ്യാ പരിഭാവിതോ വ്രജതി തൽ സ്വാമ്യം ക്രമേണ സ്ഫുടം. നമ്മളെ മനസ്സും അതുപോലെയാവും ക്രമേണാന്ന് അവരുടെ കൂടെ കൂടിയാലേ. അതുകൊണ്ട് ത്യജിക്കണം. അത സംഘ പരിത്യാജ്യോ, പരിത്യജിക്കണം. ദുഷ്ടാനം സർവദൈവ ഹി ദുസ്സംഗീച്യവതേ സ്വാർത്ഥാദ്യഥേയം രാജകന്യക. ഈ രാജകന്യകയിൽ നിന്ന്, കൈകയിൽ നിന്ന് നമുക്കത് പഠിക്കാം. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡേ 2 സർഗഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.